എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ വീട്ടിൽ ഞാൻ ഡ്രാഗൺ കൃഷി ചെയ്യുന്നുണ്ടെന്ന്. കൃഷിയൊന്നും എന്ന് പറയാൻ പറ്റില്ല. ഒരു 2-3 പാത്രങ്ങളിലായിട്ട് ഞാൻ ഡ്രാഗൺ വെച്ചിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളമായിട്ടോ ഡ്രാഗൺ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. നമുക്കതിൻ്റെ അകത്തുനിന്ന് 2-3 ഡ്രാഗൺ മാസത്തിലല്ല, 2-3 മാസം കൂടുമ്പോൾ 1-2 ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ ഒരു പാരൻ്റ് കേട്ടോ, സ്റ്റുഡൻറ്റ് ആണ് തന്നതാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു കഷ്ണം തന്നതായിരുന്നു ആ പാരൻറ്റ് ബെഞ്ച് മാർക്കിലുണ്ടാകുന്ന സമയത്ത്, ഞാൻ ബെഞ്ച് മാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ പിടിപ്പിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്നത് മുഴുവനും. അതേപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ചോദിച്ചവർക്കൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 പേരോളം എൻ്റെ കയ്യിൽ നിന്ന് ഈ ഡ്രാഗണിൻ്റെ കഷ്ണം കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴായാലും വിരിയുമ്പോൾ ഞാൻ ലൈവ് ഇടാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട് ഇത് വിരിഞ്ഞ് കാണാൻ. ഇത് രാത്രിയിലാണ് വിരിയ കേട്ടോ. ഏകദേശം ഒരു 8 മണി 9 മണിയൊക്കെ സമയത്താണ് ഇത് നന്നായിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. ശരിക്കും ഒരു നിശാഗന്ധി പൂവിനെ പോലെ നല്ല ഭംഗിയായിട്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വിരിയാനാകുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇതിൻ്റെ പിറകെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിരിയുന്നതും കായ വരുന്നതും മൊട്ട് വരുന്നതും എത്രാമത്തെ ദിവസമാണിത് നമുക്ക് ഫ്രൂട്ട് പറിക്കാൻ പറ്റുന്നതും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതേപോലെ ഇതിന് എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്, എത്ര മാസം കൂടുമ്പോഴാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 2-3 വർഷമായതുകൊണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയാനുണ്ട്. ഞാൻ എൻ്റെ സെയിമിൻ്റെ ഉമ്മയാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതേപോലെ തന്നെ നല്ല മധുരമുള്ള കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ മധുരമില്ല എന്ന് എല്ലാവരും പറയും. ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റാണ്, ഒട്ടും മധുരമില്ല, നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങിയിട്ട് ഇത് കഴിക്കാൻ വയ്യ, അതിന് മധുരമില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ വളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ടാണോ, അതായത് രാസവളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഈ ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണെന്ന്. ഇത്തവണ ഏകദേശം 10-20 കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ ഷോർട്സ് ആയിട്ട് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വിരിയുന്നതെന്നൊക്കെ. അപ്പോൾ പറഞ്ഞു ആൺപൂവാണ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതെന്ന്. ആൺപൂവാണ് കൊഴിഞ്ഞു പോകുന്നത്. ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു 6-7 കിട്ടിയത്. ഇപ്പോൾ ഇന്ന് രാത്രി ഒരുപാട് വിരിയാനുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടാണ്. ഇത് ഇന്നലെ രാത്രി വിരിഞ്ഞ് കഴിഞ്ഞതാണ് കേട്ടോ. ഇനി വിരിഞ്ഞ വീഡിയോ ഞാൻ വീണ്ടും വരാം.